ഈ സമാധാന മതക്കാരെ കൊണ്ട് ഇപ്പോൾ ഈ ലോകത്ത് ഒരു രാജ്യത്തിനും സമാധാനം കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളത്. ചൂണ്ടാസുരന് വരം കൊടുത്തതുപോലെയാണ് ഇപ്പോൾ സമാധാന മതക്കാരെ ഊട്ടി വളർത്തിയ അഭയമായ പരിശീലനം നൽകുന്ന പാകിസ്ഥാനും സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ മസ്ജിദ് മുറ്റത്ത് വമ്പൻ ചാവേർ സ്ഫോടനമാണ് നടന്നിട്ടുള്ളത്. ഈ സ്ഫോടനത്തിലൂടെ ഏകദേശം 60ഓളക്കാരുടെ വിശ്വാസങ്ങളിൽ പ്രധാനമാണ് വെള്ളിയാഴ്ച. അതേ വെള്ളിയാഴ്ച, അതായത് ഇന്ന് പള്ളിയിലേക്ക് ആളുകൾ എത്തുന്ന സമയം കണക്കാക്കി വെള്ളിയാഴ്ച നിസ്കാരം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചാവേർ വിശ്വാസികളെ കൊല്ലാനായി എത്തിയത്. ഈ ചാവേറുകൾക്ക് മതം തലയ്ക്ക് പിടിച്ച മതഭ്രാന്തന്മാർക്ക് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഉണ്ടോ? ഈ മത തീവ്രവാദികൾക്ക് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഒരു വ്യത്യാസവുമില്ല. അവർക്ക് ആരെങ്കിലുമൊക്കെ കൊന്നാൽ മതി. മദ്യപ്പുഴയും ഹൂറികളെയും ഒക്കെ മരിച്ച് ഈ ഭൂമിയിൽ നിന്നും മരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മദ്യപ്പുഴയും ഹൂറികളെയും കിട്ടാൻ വേണ്ടി തലയ്ക്ക് മതം പിടിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന മതഭ്രാന്തന്മാർക്ക് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പള്ളിക്കടുത്താണ് സംഭവം നടന്നത്. വലിയ സ്ഫോടനത്തിൽ മനുഷ്യർ ചിന്നിച്ചിതറുകയായിരുന്നു ഉണ്ടായത്. 50ഓളം പേർക്ക് പരിക്കുമേറ്റു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിലെ ആഘോഷത്തിൽ ഇസ്ലാമിക ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ ലോകത്തെങ്ങും. നബിയുടെ ജന്മദിനത്തിൽ തന്നെ ഇത് ചെയ്യാൻ തിരഞ്ഞെടുത്ത ഭീകരന്മാരുടെ മനസ്സാണ് അതിനേക്കാൾ വളരെ ഭീകരം. മസ്തൂം ജില്ലയിലെ മദീന മസ്ജിദിന് സമീപം നബിദിന റാലിയിലാണ് സ്ഫോടനമുണ്ടായത്. മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറികളെയും മദ്യപ്പുഴയും ലഭിക്കാൻ ആരെയും കൊല്ലുന്ന, ആരെയും ഇല്ലാതാക്കുന്ന ഇക്കൂട്ടർക്ക് എതിരെ ഇക്കൂട്ടരെ ഒന്നാകെ നശിപ്പിക്കാനായി അണിനിരക്കുകയാണ് ഇനി ലോകം. അപ്പോഴും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മതേതരത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇക്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ കൊച്ചു കേരളം മാത്രമാണ് എന്നതാണ് ഖേദകരം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.